ഹലോ, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു പഴയ നാടൻ പലഹാരമാണ് ഓട്ടട. കൂടെ തന്നെ ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ടേ. ഇത് കണ്ടോ, ഓട്ടടയ്ക്ക് നിറയെ ഓട്ടകളുണ്ട്. അതുപോലെ തന്നെ അടയുടെ പോലെ നല്ല സോഫ്റ്റും ടേസ്റ്റും ആണ് കേട്ടോ. അതുകൊണ്ടായിരിക്കില്ലേ ഇതിന് ഈ പേര് വന്നത്. പിന്നെ അതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. മൺചട്ടിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾക്കൊക്കെ അറിയാലേ മൺചട്ടിയിൽ എന്തുണ്ടാക്കിയാലും അതിന് ടേസ്റ്റ് ഒന്നും കൂടി കൂടുന്നുള്ളത്. ഇനി ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക. കൂടെ തന്നെ 1 കപ്പ് തേങ്ങയും 3 ടേബിൾ സ്പൂൺ ചോറും കൂടി എടുത്തു വെക്കാം. ഇനി പച്ചരിയും അതിന്ന് പകുതി തേങ്ങയും ചോറും കൂടി നന്നായിട്ട് മിക്സിയിൽ അരയ്ക്കുക. അരയ്ക്കാൻ വെള്ളം കൂടി കൂട്ടണേ, അത് മറക്കരുതേ. അരച്ചു കൊണ്ടുവന്ന മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ബാക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ ഓട്ടടയുടെ മാവൊക്കെ നന്നായിട്ട് മിക്സായി. വെള്ളത്തിൻ്റെ പാകമൊക്കെ ദാ ഇതുപോലെ തന്നെ വെച്ചാൽ മതിയേ. ചട്ടി ഗ്യാസിലേക്ക് വെച്ച് നന്നായി ചൂടായി കഴിഞ്ഞാൽ സിമ്മിലിടുക. എണ്ണയൊന്നും പുരട്ടരുത് കേട്ടോ. അതുപോലെ തന്നെ ഒരു കയ്യിൽ മാവലിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പരത്തൊന്നും വേണ്ട. എന്നിട്ട് ഇതുപോലെ അടച്ചു വെക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് വെന്തോ നോക്കിക്കഴിഞ്ഞാൽ അടപ്പെടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ചെറുതായൊരു ബുദ്ധിമുട്ടുണ്ടാവും, എണ്ണയൊന്നും പുരട്ടാത്തതല്ലേ, എന്നാലും പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുവേ. ഇത് കണ്ടില്ലേ, ഓട്ടട ഇവിടെ റെഡിയായി. ഇനി പെട്ടെന്നൊരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാം. ചുമന്ന മുളക് എണ്ണയിൽ ഒന്നങ്ങോട്ട് വറുത്തെടുക്കുക. എന്നിട്ട് അതിൽ ഒരു സവാള ഇടുക, 2 വെളുത്തുള്ളിയുടെ പോണ ഇടുക, നിറത്തിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഇടുക, തക്കാളി ഇടുക, ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒന്ന് വാടി വരുമ്പോൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി തൂവിക്കൊടുത്താൽ ഉള്ളിച്ചമ്മന്തി റെഡിയായി. അങ്ങനെ ഇതാ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഓട്ടടയും ഉള്ളിച്ചമ്മന്തിയും കൂടി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഇനിയും ഇതുപോലുള്ള നാടൻ വിഭവങ്ങൾ കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.